അഡ്വക്കേറ്റ് അനിൽ ബോസ്, താങ്കൾ പറയുന്നത് ഇത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു സംവിധാനമല്ല. അതാണല്ലോ താങ്കളുടെ ഒരു വാദം, അല്ലേ? ഇപ്പൊ താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ രാമക്ഷേത്ര നിർമ്മാണ സമിതിയിൽ ആരൊക്കെ ഉണ്ടെന്നല്ലേ? ഒരു കാര്യം, ഈ ഗോവിന്ദ്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയം വന്നാലും CPM ആദ്യം തന്നെ നിലപാട് പ്രഖ്യാപിക്കും. എന്തിനാണെന്നറിയാമോ? അവർക്കൊന്നും പോകാനില്ല, അവർക്കൊന്നും ചിന്തിക്കാനില്ല. അവർക്കിവിടെ എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാം, കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ എങ്ങനെ ചാഞ്ചല്യം ഉണ്ടാക്കാം, അവരെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം, അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. അവർ എത്രത്തോളം വർഗീയമായി ചേരുതിരിവുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അത് ചിന്തിക്കും. അതുകൊണ്ട് അതിന് ഇടം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കും, അത് പ്രഖ്യാപിക്കും. കോൺഗ്രസ് പാർട്ടി അങ്ങനെ അല്ലല്ലോ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശബരിമല വിഷയം നിങ്ങൾ ചോദിച്ചു, ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല, എങ്കിൽ പോലും ഞാൻ ചോദിക്കാം. ഇപ്പോൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം ചോദിച്ചു. ഭരണസമിതിയിൽ RSS ശരിയാവാം. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നല്ലേ ശബരിമല ദേവസ്വം ബോർഡ്? കേരളത്തിലെ 1300ഓളം വരുന്ന ക്ഷേത്രങ്ങൾ ഞാൻ പറയട്ടെന്ന്, ഞങ്ങൾ പറയുന്നതിന് മുമ്പ് വെടിവെക്കാതെ ഞാൻ എന്താണ് പറയുന്നതെന്ന് ഗോപി ഒന്ന് കേൾക്കാൻ ശ്രമിക്കും. RSSകാരുടെ കയ്യിലാണ്. ഏതാണ്? ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കൂ ആദ്യം, അല്ലെങ്കിൽ ജനം കേൾക്കട്ടെ. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 1300 ക്ഷേത്രങ്ങളുണ്ട്. അതിലേത് വിശ്വാസിയാ ബോർഡിലിരിക്കുന്നത്? എനിക്കൊന്ന് പറഞ്ഞതാ. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ഇന്നലെ വരെയുള്ള വിശ്വാസം ഇപ്പോഴത്തെ പ്രസിഡന്റ് വിട്ടോന്ന് എനിക്കറിയില്ല. സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് CPMന്റെ ആളുകൾ അവിടെ വന്നാൽ ഇപ്പൊ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ഒരു നിലവിളക്ക് കത്തിക്കാൻ നിൽക്കുവോ? ആ ശബരിമല ചെന്നിട്ട് ചെയ്തോ? അപ്പൊ അതുകൊണ്ട് വിശ്വാസികളാണോ വിശ്വാസികളല്ലാത്തതാണെന്നുള്ള ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. അവിടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരൊക്കെയാണെന്നുള്ള കൃത്യമായ പേര് പോലും ഞാൻ പഠിച്ചിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ പഠിച്ചിട്ടില്ല. അതിൽ ഏതൊക്കെ പാർട്ടിയുടെ പ്രതിനിധിയുണ്ട് ഇല്ലാന്ന് പഠിച്ചിട്ടില്ല. എന്തായാലും ഇത് വലിയ 528 വർഷം നീണ്ടുനിന്ന ഒരു തർക്കത്തിന്റെ പരിഹാരം രാജ്യത്തെ പരമോന്നത നീതിന്യായ കോടതി നടത്തി. അതിന് എതിരായി ഒരു അപശബ്ദവും ഈ രാജ്യത്ത് ഉയർന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം സാമാന്യ സഹോദരന്മാർക്ക് സല്യൂട്ട് ചെയ്തത്. അവർക്കാണ് വേദന ഉണ്ടാവേണ്ടത്, അവരുടെ വികാരമാണ് വ്രണപ്പെട്ടത്, അവരുടെ ആഗ്രഹമാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടാതെ പോയത്. സ്വാഭാവികമായി അവരാണ് വൈകാരികമായി കേട്ടില്ലേ? സുപ്രീം ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. എനിക്ക് നിങ്ങൾ സമയം ഇനി തരണ്ടെന്ന്, നിങ്ങൾ മൊത്തം സമയം അവർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉയർത്തിയ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് കോൺഗ്രസ് പോയെന്ന് ആരാ പറഞ്ഞത്? ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി പോയിട്ടുള്ളത്? ഏത് മതന്യൂനപക്ഷങ്ങളുടെ വൈകാരികമായ ഭാവത്തെയാണ് കോൺഗ്രസ് തിരസ്കരിച്ചിട്ടുള്ളത്? ഒന്ന് എണ്ണി പറഞ്ഞേ നിങ്ങൾ. ഏത് കാര്യത്തിലാ? ഇന്ത്യയിൽ ഒരു ഭരണം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കിയ സംഭവമാണ് ഷബാനു ആയി ബന്ധപ്പെട്ടുള്ള കാര്യം, ഇല്ലേ? എത്ര പ്രമാദമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. ഇന്ത്യൻ പാർലമെന്റിൽ മതന്യൂനപക്ഷ സംരക്ഷണവുമായി എടുത്ത നിലപാടിന്റെ പേരിൽ രാജ്യത്തെ ഭരണകൂടം പോയിട്ട് കോൺഗ്രസ് പാർട്ടി പതറിയിട്ടില്ലല്ലോ. പതറിയിട്ടുണ്ടോ? എന്നെങ്കിലും മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാതെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ടോ? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പള്ളികളും മസ്ജിദുകളും ബുദ്ധവികാരങ്ങളും നിറഞ്ഞ ഈ രാജ്യത്തെ ഐക്യം കാത്തുസൂക്ഷിക്കുന്ന നിലപാടല്ലാതെ എന്താ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത്? കോൺഗ്രസ് പാർട്ടി ആരെങ്കിലും പഠിപ്പിക്കേണ്ട? സതീശനോട് ആവർത്തിച്ച് ചോദിച്ചു, നിലപാട് പറഞ്ഞിട്ടില്ല. ശശി തരൂർ പറഞ്ഞത് ഞാൻ അമ്പലത്തിൽ പോകും, പക്ഷേ ഈ രാമക്ഷേത്രത്തിൽ ഞാൻ രാമഭക്തനാണ്, രാമക്ഷേത്രത്തിൽ ഞാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞേ പോകൂ, കാരണം ഇത് ഇലക്ഷൻ, ഇത് തെരഞ്ഞെടുപ്പ്, ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നാണ്. KC വേണുഗോപാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പറഞ്ഞതൊക്കെ കേൾക്കണോ താങ്കൾക്ക്? എന്നിട്ട് താങ്കളോട് 4 ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ഇത്രയും വേവലാതിപ്പെടുന്ന എന്തിനാണ്? കേൾക്കണോ താങ്കൾക്ക്? VD സതീശന്റെ പ്രതികരണം ഇപ്പൊ കേൾക്കണോ? അല്ല, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം താങ്കൾക്ക് കേൾക്കണോ ഈ ചോദ്യത്തോടുള്ള? കേരള കോൺഗ്രസിലെ ഈ മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് വെച്ചുള്ള നിലപാടൊക്കെ പറഞ്ഞല്ലോ. ഈ വിഷയത്തിൽ ഒരു നിലപാട് ചോദിച്ചപ്പോ VD സതീശൻ പറഞ്ഞത് കേൾക്കണോ താങ്കൾക്ക് ശ്രീ അനിൽ ബോസ്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ VD സതീശനെ വിളിച്ചിട്ട് ചർച്ച ചെയ്യും. അങ്ങനെയാണോ? അത് ശരി. അപ്പൊ നിങ്ങളിപ്പോ ഓരോരോ ആളുകളായിട്ടാണോ ഈ ചർച്ചയിൽ വന്ന് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ? അല്ല, അങ്ങനെയാണ് പിന്നെ കോൺഗ്രസിന്റെ നിലപാട് പറയാനെന്ന് പറഞ്ഞിരിക്കണ്ടല്ലോ ആളുകൾ. നിങ്ങൾ വ്യക്തിപരമായ നിലപാടുകൾ മാത്രം പറഞ്ഞാൽ മതി. അതിനാണ് നിങ്ങൾ വ്യക്തിപരമായ നിലപാടുകൾ പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ നിലപാട്, താങ്കൾ കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് വെച്ചതും സെക്യുലർ ക്രെഡൻഷ്യൽസും ഒക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളിൽ നിലപാട് പറയാനല്ലേ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? മുസ്ലിം ലീഗ് അതല്ലേ നിങ്ങളോട് പറഞ്ഞത് BJPയുടെ അജണ്ടയിൽ വീഴരുതെന്ന്? അതല്ലേ സമസ്തയുടെ മുഖപത്രത്തിൽ സുപ്രഭാതത്തിൽ എഴുതിയിരിക്കുന്നത്? കാലുകുത്തുമോ കോൺഗ്രസ് എന്നവർ ചോദിച്ചിരിക്കുന്നത്?
ഞാൻ ചോദിക്കുന്നത് സമസ്ത പറയുമ്പോഴും മുസ്ലിം ലീഗ് പറയുമ്പോഴും ഗോപികൃഷ്ണൻ ചോദിക്കുമ്പോഴും 24 പറയുമ്പോഴും നിലപാട് പറയലല്ല കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടി. കോൺഗ്രസ് പാർട്ടി ഒരു നല്ലൊരു നിലപാടെടുക്കുമ്പോൾ അതിനാലോചിക്കേണ്ടതെല്ലാം ആലോചിച്ച് ഉചിതമായ സമയത്ത് നിലപാട് പറയുമെന്ന്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണെങ്കിൽ കോൺഗ്രസിനോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വമുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി ഉണ്ട്. അതെന്താ അല്ല ചോദിക്കണം, അതിനുള്ള മറുപടി പറഞ്ഞു. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. നിങ്ങൾ എന്തിനാ പിന്നെ വടിവെട്ടാൻ പോകുന്നത്? അല്ല, വടിവെട്ടാൻ പോകും. ഈ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെന്ന് നേതാക്കൾക്കൊന്ന് തുറന്നു പറയാമല്ലോ. എന്തിനാണ് ഒഴിഞ്ഞു മാറുന്നത്? എന്തിനാണ് വി ഡി സതീശൻ ഒഴിഞ്ഞു മാറുന്നത്? ഇന്നിപ്പോ എന്താ ശശി തരൂർ പറഞ്ഞത്? അവർക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിപരമായ ഇൻവിറ്റേഷൻ ആണ്. ശരി, ഞാനൊരു ഇടവേള എടുക്കാം, തിരിച്ചു വരാം. ശ്രീ സാദിഖ് ഫൈസി, താങ്കളിലേക്ക്.